പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. കുറച്ച് മതി. ഒരു അരമുറി തേങ്ങയ്ക്കുള്ള കടലയായിട്ട് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് കപ്പലണ്ടി കൂടെ ചേർത്ത് കൊടുക്കാതെ. ഇത് മതിയാവേ. തീ വളരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. നമുക്കൊന്ന് പയ്യെ ചൂടാക്കി എടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തി കേട്ടോ. ഇതുണ്ടോ, ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിന് ഇതൊന്ന് തണുത്തിട്ടോ കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു അരമുറി തേങ്ങ ചിരണ്ടി എടുക്കാം. അതിനുശേഷം തേങ്ങയുടെ കൂടെ ഇട്ട് അരച്ചെടുക്കാനുള്ള കേട്ടോ ഇത്. അരമുറി തേങ്ങ കൊണ്ട് ഒരു 3 ചുവന്നുള്ളി, ഒരു 5 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കേട്ടോ. ഇത്ര നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ചൂടാക്കി എടുത്ത കടലയൊക്കെ ഉണ്ടല്ലോ, അതും കൂടെ അരച്ചെടുക്കണം കേട്ടോ. പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് പൊട്ടിക്കാം കേട്ടോ. തേങ്ങയും കപ്പലണ്ടിയും ഒക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടായി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചുവന്നുള്ളിയും കൂടി ചേർത്ത് വേണ്ടവർക്ക് കുറച്ച് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. വറുത്തിടുമ്പം ഉള്ളി കരിഞ്ഞു പോരുത് കേട്ടോ. അപ്പോൾ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഉള്ളിലേക്ക് മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം ഉള്ളിലേക്ക്. ഇത് ചൂടാവേണ്ട ആവശ്യമില്ല കേട്ടോ. കടുക് പൊട്ടിച്ചതിലേക്ക് ഞാൻ ഇത് ഒഴിച്ചു കൊടുത്തെന്നുള്ളൂ കേട്ടോ. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്തിട്ട് നമുക്ക് പെട്ടെന്ന് ഇത് വാങ്ങിയെടുക്കാം. ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തിയാണ് ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ കഴിക്കാനായിട്ട്. ഇനി ചൂടാക്കട്ടെ കേട്ടോ. തീ ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. നല്ല മില്ലറ്റിൻ്റെ ഇഡ്ഡലി ആയിട്ട് ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത്. അതിൻ്റെ കൂടെ ഈ ചൂടാക്കാത്ത ചമ്മന്തി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഏത് ഇഡ്ഡലിക്കാണെങ്കിലും കൊള്ളാം. ഞാനൊന്നും ഉണ്ടാക്കിയത് മില്ലറ്റാന്ന് മാത്രം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ചമ്മന്തി ചൂടാക്കാനൊന്നും പോകേണ്ട, നല്ല ടേസ്റ്റുമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഞാനിപ്പോൾ രാവിലെ ജോലിക്ക് പോകാനുള്ള തിരക്കില്ല.